ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 13 വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് 3 രാജ്യങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്. മകരൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ വീക്ഷിക്കുന്നതുകൊണ്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ വീക്ഷിക്കുന്നതുകൊണ്ട് ചൊവ്വയ്ക്ക് നീചഭംഗം വന്നു ചേരുന്നു. അങ്ങനെ ചൊവ്വ ചക്രവർത്തി രാജയോഗത്തെ കൊടുക്കുന്നു. അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്ര ജാതകർക്ക്, അതായത് ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ഉച്ചവരെ ജനിക്കുന്ന കുട്ടികൾക്ക് 3 രാജയോഗങ്ങൾ വന്നു ചേരുന്നുണ്ട്. 11, 12, 13 തീയതി ഉച്ച കഴിഞ്ഞ് 1:57 വരെയുള്ള സമയം വരെ ജനിക്കുന്ന കുട്ടികൾക്ക് 3 രാജയോഗമുണ്ടെന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. ഈ രാജയോഗം എന്ന് പറയുന്നത് അതൊരാളുടെ ഗ്രഹനിലയിൽ രാജയോഗം വരുന്നത് ദശാകാലത്താണ് ആ രാജയോഗം ശരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ അല്ലാത്തപ്പോൾ ചന്ദ്രൻ്റെ ഈ സഞ്ചാരം മൂലം രാജയോഗം വരുന്നത് അത് 1-2 ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാം. ഒരുപക്ഷെ അവരുടെ സമയം നല്ലതാണെങ്കിൽ നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കും. ദശാകാല സമയം മോശമാണെങ്കിൽ അവർക്ക് കാര്യമായുള്ള രാജയോഗ അനുഭവങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. സാധാരണ ഒരു ജീവിതത്തിൽ കൂടി അവർ അറിഞ്ഞോ അറിയാതെ അങ്ങ് പോകും. പക്ഷേ ഒരു കുട്ടിയുടെ ഗ്രഹനിലയിലാണ് ആ ജാതകത്തിലാണ് രാജയോഗമുള്ളതെങ്കിൽ ആ കുട്ടിക്ക് ആ ഗ്രഹങ്ങൾ എത്ര വർഷം കൊടുക്കുന്നുണ്ടോ അത്രയും വർഷം അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ 3 രാജയോഗങ്ങൾ എങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളത് പറയാം. 1, മേടക്കൂറിൻ്റെ അധിപനായ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു. ഇങ്ങനെ ഗ്രഹങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നു. ചൊവ്വയും ചന്ദ്രനും മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു രാജയോഗം. രണ്ടാമത്തെ രാജയോഗം, മേടക്കൂറിലാണല്ലോ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ വ്യാഴം നിൽക്കുന്നു. അത് സുനഭ യോഗം എന്ന് പറയുന്ന ഒരു രാജയോഗം വന്നു ചേരുന്നു. അപ്പോൾ 2 രാജയോഗമായി. മൂന്നാമത്തെ രാജയോഗം ചക്രവർത്തി രാജയോഗമാണ്. അത് ചൊവ്വ നിൽക്കുന്നതിൻ്റെ 7 കേന്ദ്രഭാവത്തിൽ ശുക്രൻ, ശുഭഗ്രഹമായിട്ട് ശുക്രൻ അവിടെ നിന്ന് ഈ ചൊവ്വയെ ബലമുള്ള ഗ്രഹമായി നീചത്വമൊക്കെ മാറ്റി നീചഭംഗ രാജയോഗത്തെ കൊടുക്കുന്നു. അങ്ങനെ നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗം, അങ്ങനെയുള്ള 3 വിധത്തിലുള്ള രാജയോഗങ്ങൾ ഈ അശ്വതി ഭരണി കാർത്തിക കാൽ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച ഉച്ചവരെ, ബുധൻ വ്യാഴം വെള്ളി ഉച്ചവരെ 1:57 വരെയുള്ള സമയത്ത് ജനിച്ച അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്കാണ് ഇത് കിട്ടുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്കും വേണമെങ്കിൽ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രശ്നം വെച്ചു, ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലൊരു തലക്കെട്ടൊക്കെ കൊടുക്കാം. പക്ഷേ അതല്ല. ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിട്ട് ചെയ്യണം. ജ്യോതിഷം എന്നുള്ള സത്യത്തിൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ട് ഭ്രാന്തരെ പോലെയാണ് ജീവിക്കുന്നത്. അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടു പോയി. അവരൊക്കെ വീട്ടിൽ ഒരുപാട് പേരിപ്പം ജോലിക്കൊന്നും പോകാതെ ഭ്രാന്തരായിട്ടാണ് ജീവിക്കുന്നത്. കാരണം കുറച്ച് പേരൊക്കെ ജോലിക്ക് പോകാതെ കടുക് വാരി വീട്ടിനകത്ത് മുഴുവനിട്ടിട്ട് ധനം വന്ന് ചേരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. കുറച്ച് പേര് കുറേ ഇലകളെല്ലാം പറിച്ചുകൊണ്ട് വീട്ടിനകത്തിട്ടിട്ട് ജോലിക്ക് പോകാതെ ധനം വന്ന് ചേരുമെന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് ഒരുപാട് പേരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ കണ്ട് നിങ്ങളുടെ ജീവിതം തകർന്നു പോകരുത്. നിങ്ങൾ കേൾക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുക. ഒരാൾ പറയുന്നതിനകത്ത് സത്യമുണ്ടോ, യുക്തിയുണ്ടോ, ന്യായമുണ്ടോ, ഈശ്വരാംശമുണ്ടോ, അതായത് പറയുന്നതിൻ്റെ കാര്യത്തിനകത്ത് ഈശ്വര സ്വാധീനമുണ്ടോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി ഏതൊരു കാര്യം കേട്ടാലും ബുദ്ധി കൊണ്ട് ആലോചിക്കണം. പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ന്യായമുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ ആണെന്നാണ് ജ്യോതിഷം പറയുന്നത്. തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഈ ശുക്രൻ ഇവർക്കൊരു ദ്രോഹം ചെയ്യുന്നുണ്ട്. ആ ദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ ഇവരുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ ബലവാനാക്കുന്നു. ആ ചൊവ്വയെ ഈ ശുക്രൻ ബലവാനാക്കുകയാണ്. ചക്രവർത്തി രാജയോഗം കൊടുത്ത് അല്ലെങ്കിൽ നീചഭംഗ രാജയോഗം കൊടുത്ത് ഈ ശുക്രൻ ഇവർക്കൊരു ദ്രോഹം ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ദ്രോഹത്തിൻ്റെ ഒരു പരിണിത ഫലം ഈ നാളുകാർ അനുഭവിക്കുന്നു. ഇവർക്ക് തൊഴിൽ സാധ്യത ഇഷ്ടം പോലെ, അല്ലെങ്കിൽ തൊഴിൽ മേഖല അനുകൂലമാണ്, ഇവർ കിടന്ന് കഷ്ടപ്പെടും. പക്ഷെങ്കിൽ കിട്ടുന്ന പണം ഇവർക്ക് തികയാത്തൊരവസ്ഥയിലേക്ക് വരും. വീട്ടുകാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, അല്ലെ ഭാര്യ ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്ത പൈസയല്ലേ ഇതിലേ പോവാണ്, നിങ്ങൾക്ക് തികഞ്ഞു പറ്റുന്നില്ലല്ലോ, നിങ്ങളിങ്ങനെ കടവും മേടിച്ച് സ്വർണവും പണയം വെച്ച് നടക്കുന്ന എന്തിനാണ്, നിങ്ങൾക്ക് രാവും പകലും ജോലിയുണ്ട്, നിങ്ങളുടെ പൈസ എവിടെ പോകാമെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ മേടക്കുറുകാർക്ക് ഇപ്പോൾ എത്ര കിട്ടിയാലും തികയല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊക്കെ വിവാഹം ചെയ്ത ആൾക്കാരോട്, അല്ലെങ്കിൽ പുതുതായിട്ട് വിവാഹം ചെയ്തവരൊക്കെ ആണെങ്കിൽ 4-5 മാസമേ ആയിട്ടുള്ള അവരുടെ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളതെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കാരും ഒക്കെ ചോദിക്കും, പറയും, ആ പെണ്ണ് വന്നേ പിന്നെ അവൻ അധോഗതിയായി, ആ പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയോടുകൂടി അധോഗതിയായി, അവന് തികയുന്നില്ല, ഉള്ള സ്വർണം മുഴുവൻ കൊണ്ട് പണയം വെക്കുക, കണ്ടവരോടെല്ലാം കടം മേടിക്കുക. എന്താണ് സംഭവം? 4-ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നു. പാപഗ്രഹമല്ലേ 4-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ശുഭഗ്രഹമായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് സ്വർണ്ണമൊന്നും പണയം വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വീടും വസ്തുവും വാഹനവും ഒക്കെ ഇവരെ തേടി വന്നേനെ. പക്ഷേങ്കിൽ ഇപ്പോൾ ധനം തികയാത്തൊരവസ്ഥയിൽ കൂടിയാണ് മേടക്കുറുക കടന്നു പോവുക. എത്ര കിട്ടിയാലും തികയില്ലാത്തൊരനുഭവം. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു 3-4 മാസം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഉണ്ടാകും. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഈ ഗ്രഹം വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്, ചൊവ്വ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ മോശ സമയം. ചൊവ്വ ഇനിയിപ്പോൾ വീണ്ടും അത് മിഥുനൻ രാശിയിലേക്ക് പുറകോട്ട് പോകും, പിന്നെ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരും. അങ്ങനെ ഒരു 3-4 മാസം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇപ്പോൾ ശുക്രൻ ഈ ഡിസംബർ കഴിയുമ്പോൾ ശുക്രൻ അങ്ങ് മാറും. ശുക്രൻ അങ്ങ് മാറിക്കഴിയുമ്പോൾ പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ മേടക്കുറുകാർക്ക് വരുന്നൊരു സമയം കൂടിയാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ: കുടുംബസുഖം, സുഖസ്വസ്ഥ, ദേഹനന്മ, തൊഴിൽപരമായുള്ള അനുകൂലമായ സാഹചര്യം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ കലാപരമായ മേഖലകളിൽ ആൾക്കാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. വ്യാപാരികളായിട്ടുള്ള വസ്ത്രവ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ നേട്ടമുള്ള ദിവസമാണ്. സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ധനം തികയാത്തൊരവസ്ഥ, കടം മേടിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ തികഞ്ഞു പറ്റാത്തൊരു സാഹചര്യം, രാവും പകലും കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു അനുഭവമാണ് ഈ മേടക്കുറുകാർക്ക് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്കാണ് നേട്ടം. 3-ാം ഭാവത്തിലാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. ചക്രവർത്തി രാജയോഗമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് തേടി വരുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. അത് ഇടവക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഈ ചൊവ്വയെ ബലപ്പെടുത്തുന്നത് ഇവരുടെ 9-ാം ഭാവത്തിൽ ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അതുകൊണ്ട് ഇടവക്കൂറുകാർക്ക് നല്ല ഒരു അനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങളും ഒക്കെ മറ്റുള്ളവരാൽ, ജനങ്ങളാൽ അറിയപ്പെടുവാൻ വരെ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യവാന്മാരാകുന്നൊരു ദിവസമാണ്. സകല ഭാഗ്യങ്ങളും ഇവർ സ്വയം നേടിയെടുക്കുമെന്നാണ് ഒറ്റ വാക്കിൽ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ 2-ൽ നിൽക്കുന്ന ചൊവ്വയാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഒന്നും കൊടുക്കത്തില്ല. എല്ലാം ദോഷമായിട്ടേ ഭവിക്കത്തുള്ളൂ. അപ്പോൾ അത് കുടുംബത്തിൻ്റെ സ്ഥിതിയെ ആകെ മാറ്റിമറിക്കുന്ന, പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ശുക്രൻ കൂടെ നിൽക്കുന്നു. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. കൃഷികാര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും ഒക്കെ കൊടുക്കുമെന്നാലും സമ്പാദ്യങ്ങളും സ്വരുക്കൂട്ടി വെച്ച പണമൊക്കെ എടുത്ത് ചിലവാക്കേണ്ട ഒരു സാഹചര്യത്തെ കൊടുക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ ധനസ്ഥിതി മോശമാകുമ്പോൾ ഇങ്ങനെ സമ്പാദ്യമൊക്കെ പെറുക്കേണ്ടി വരും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കണമെന്നുള്ളൊരു ചിന്ത ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളാണ് ഏറെക്കുറെ വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്നൊരു ഗ്രഹം ഇവരുടെ 12-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലുമാണ്. അപ്പോൾ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകാം. ധനനഷ്ടമുണ്ടാകാം, ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകാം, തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം കുടുംബത്തെ ധനപരമായ വിഷയത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ സമ്പാദ്യം കൊണ്ട് ഈ വിടവുകളൊക്കെ നികത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും 10-ാം ഭാവത്തിൻ്റെ അധിപനും തമ്മിൽ പരസ്പരം
രാശി മാറി നിൽക്കുക അല്ലെങ്കിൽ ക്ഷേത്രം മാറി നിൽക്കുന്നൊരു ദിവസമാണ്. അതാണ് രാജയോഗതുല്യമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. തൊഴിൽപരമായുള്ള നേട്ടം ഒക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാകും. കഴിഞ്ഞ നാളുകളിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കൊക്കെ ആരോഗ്യം ഇനി മെച്ചമാകുന്ന സമയമാണ്. അതുപോലെ തന്നെ 7-ൽ ശുക്രൻ നിൽക്കുന്നു. ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഭാര്യാസുഖം, ഭർത്തൃസുഖം, കുടുംബസുഖം, സന്താന ഭാഗ്യം, അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. വലിയ അധ്വാനമില്ലാതെ വരുമാനമൊക്കെ കിട്ടുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ടെങ്കിലും 7-ലല്ലേ ശുക്രൻ നിൽക്കുന്നത്, ആ ശുക്രൻ്റെ 7-ലല്ലേ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ, വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ അനുകൂലമായി പോയാലും സന്ധ്യ ആകുമ്പോൾ തന്നെ കലഹമൊക്കെ ഉണ്ടാകുവാൻ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ശുക്രനാലോ ചന്ദ്രനാലോ ലഗ്നാലോ 7-ൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുള്ളത് കൊണ്ട് ഈ ശുക്രൻ്റെ 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിലാണ്, കർക്കിടകക്കൂറുകാരുടെ ജന്മഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരണമെന്നില്ല. അവസാനം കലഹത്തിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ഇടപെടൽ നടത്തുവാൻ. അതായത് സംസാരത്തിൽ, പ്രവൃത്തിയിലൊക്കെ ഒരു ശത്രുതയും കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ തൊഴിൽ മേഖലയിൽ പോലും അത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ധനപരമായ വിഷയത്തിൽ, കുടുംബ വിഷയങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ശനിയും കൂടെ നിൽക്കുന്നു. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, 7-ൽ ശുക്രൻ നിൽക്കുന്നു. ഈ ശുക്രൻ്റെ 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പം ചൊവ്വാദോഷം എന്ന് പറയുന്നത് എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്ന് പോകാത്ത അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പോകാത്ത ഒരു അവസ്ഥയെ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ചൊവ്വാദോഷം. അത് മരണപ്പെട്ടു പോകാം, കലഹിച്ച് രണ്ട് വഴിയായി പോകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത അനുഭവത്തെ കൊടുക്കും. ഇതൊക്കെയാണ് ചൊവ്വാദോഷം. അപ്പോൾ ഈ ശുക്രനാലോ ചന്ദ്രനാലോ ലഗ്നാലോ 7-ൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമല്ലേ. അപ്പോൾ ശുക്രനാൽ 7-ൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ മുതൽ നല്ല കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് തോന്നിയാൽ പോലും സന്ധ്യ ആകുമ്പോഴത്തേന് അതൊക്കെ അലമ്പാൽ തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഓക്കെ, ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. 6-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ എന്താണ്? ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ബന്ധുക്കൾ ശത്രുക്കളാകും, സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, കാര്യതടസ്സം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഉണ്ടാകത്തില്ല. 12-ാം ഭാവത്തിന് രാജയോഗം വന്നു ചേർന്നത് കൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ധനനഷ്ടമൊന്നും കാര്യമായിട്ട് വന്നു ചേരത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നൊരു അനുഭവമാണ്. പക്ഷേ എങ്കിലും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽഗുണം, മക്കളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും പലർക്കും ജോലി ചെയ്യാൻ പറ്റാത്ത ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ചിലർക്ക് ജോലി ചെയ്തിട്ടും എത്ര കിട്ടിയിട്ടും തികയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം. അപ്പോൾ അത് ഒരു വിഷയമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ആശ്വാസം പ്രതീക്ഷിക്കാവുന്നത് വലിയ ധനനഷ്ടമൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരാശ്വാസമായിട്ട് വന്നത്. 12-ാം ഭാവത്തിനൊരു രാജയോഗം വന്നു ചേരുന്നുണ്ട്. 12-ാം ഭാവം ദുഷിക്കപ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കനത്ത നഷ്ടം, സാമ്പത്തിക നഷ്ടമൊക്കെ വന്നേനെ. പക്ഷെങ്കിൽ അവിടെ ഒരു ശുഭത്വം വരുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും വന്നു ചേരാതെ വെള്ളിയാഴ്ച ദിവസം ആശ്വാസം നൽകുന്ന ഒരു ദിവസമായിട്ട് വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാകും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവസാനം ശത്രുതയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. 5-ലെ ശുക്രൻ നല്ല ബുദ്ധി, സ്ത്രീ സന്താനങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ, ധനം, കീർത്തി, നേതൃപാടവം, സുന്ദരിയായ ഭാര്യ, ഭർത്താവ്, അങ്ങനെ ഒരുപാട് സുഖാനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഇത് മുഴുവൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അത് കിട്ടാതിരിക്കാൻ സാധ്യത ഒന്ന്, ഈ ശുക്രൻ്റെ 7-ൽ ചൊവ്വ നിൽക്കുന്നു. ഈ 7-ൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ 12-ാം ഭാവത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ ശുക്രനാൽ രാജയോഗം സംഭവിക്കുന്നു. അങ്ങനെ ഈ ചൊവ്വ ബലവാനാകുന്നു. അപ്പോൾ 11-ാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഈ 11-ാം ഭാവത്തിൻ്റെ അധിപൻ ഈ ചൊവ്വയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ചൊവ്വയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമരാശിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജാതകരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് കൈപ്പറ്റുവാനായിട്ട് അഷ്ടമത്തിൻ്റെ അധിപൻ, ശത്രുവായ ഒരു ആളാണ് അവിടെ വന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് മാറിപ്പോവുകയാണ്. അതായത് ഇവരുടെ 11-ാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ അഷ്ടമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ജാതകർ
ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് പോകുന്നു. ശത്രു ഇവർക്ക് 12-ാം ഭാവം ലാഭഭാവം, ഇവർക്ക് വന്നു ചേരേണ്ട ലാഭങ്ങളെല്ലാം കൈപ്പറ്റുന്നു. അപ്പോൾ ഈ ശുക്രൻ ഈ ചൊവ്വയെ വീക്ഷിക്കുന്നു. ശുക്രൻ്റെ 7-ലാണ് ഈ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ്റെ 7-ൽ നിൽക്കുന്ന ഈ ചൊവ്വ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ശുക്രൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശുക്രന് ഈ പറയുന്ന പോലെ 5-ലെ ശുക്രൻ നല്ല ബുദ്ധി, സ്ത്രീ സന്താനങ്ങൾ മുഴുകാനുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ, ധനപരമായ നേട്ടം, കീർത്തി, പ്രതാപം, നല്ല ദാമ്പത്യ ജീവിതം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ചൊവ്വ അവിടെ ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ടാണ് വിഷയം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെള്ളിയാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട നേട്ടങ്ങളെല്ലാം ശത്രുക്കൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് ഇവർ പിന്തള്ളിപ്പോകുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യവിജയം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ്റെ 7-ലോ അല്ലെങ്കിൽ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്ന സ്ഥാനത്ത് മറ്റ് ഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നെങ്കിൽ 5-ലെ ശുക്രൻ ബലവാനാകുന്നു. ശുക്രനെ ശത്രുഗ്രഹം വീക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ 5-ാം ഭാവത്തിലെ ശുക്രൻ ബലവാനാകും. അപ്പോൾ അങ്ങനെയാണ് ഈ ശുക്രൻ ഈ പറഞ്ഞ ഫലത്തെ തരുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ചൊവ്വയൊക്കെ ഇടയ്ക്ക് കയറി വരുമ്പോൾ ഈ പറയുന്ന നേട്ടങ്ങളൊന്നും കന്നിക്കൂറുകാർക്ക് വന്നു ചേരത്തില്ല. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കോ ഈശ്വരഭാഗ്യം കൊണ്ടൊക്കെ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 4-ൽ ശുക്രൻ നിന്നാൽ എന്താണ്? വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, എപ്പോഴും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയുള്ളവർ, മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വക്ഷേത്രമായിട്ടല്ല ഈ ശുക്രൻ നിൽക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. സ്വക്ഷേത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതിലും കൂടുതൽ നല്ല നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നതിനും. അപ്പോൾ ഇവിടെ സ്വക്ഷേത്രമായിട്ട് ശുക്രൻ നിൽക്കാത്ത സാഹചര്യവും, അതുപോലെ തന്നെ ശുക്രൻ്റെ 7-ൽ ചൊവ്വ നിൽക്കുന്നതും ചൊവ്വ ചക്രവർത്തി രാജയോഗത്തെ കൊടുക്കുന്നതുമൊക്കെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം തുലാക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും അതുപോലെ തന്നെ 10-ാം ഭാവാധിപനും തമ്മിലാണ് പരസ്പരം ക്ഷേത്രം മാറുന്നത്. അതുകൊണ്ട് തുലാക്കൂറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും വരത്തില്ല. അവർക്ക് നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭാര്യ ഭർത്താവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കുന്നൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചേക്കാം. അവരുടെ ജനിച്ച സമയത്ത് ഈ ചൊവ്വയൊക്കെ അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാത്തവർക്കെല്ലാം കൊണ്ടും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖംകാലിലെ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കും, സ്വർണം വാങ്ങിക്കാനുള്ള താല്പര്യം കൊടുക്കും, ധനനേട്ടത്തെ കൊടുക്കും, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കും. എന്നാൽ ചിലർക്കൊക്കെ നേത്രരോഗം വന്നു ചേരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ ഭാഗ്യഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. വൃശ്ചികക്കൂറുകാരുടെ ഭാഗ്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഭാഗ്യഭാവത്തിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നു. ആ ചൊവ്വയെ ബലപ്പെടുത്തുന്നു. അപ്പോൾ ആ ചൊവ്വയെ ബലപ്പെടുത്തുമ്പോൾ ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപനായ ചന്ദ്രൻ മേടൻ രാശിയിലേക്ക് പോകുന്നു. അങ്ങനെ രാജയോഗം സംഭവിക്കുന്നു. അപ്പോൾ കടബാധ്യതകളും പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഒരു ആശ്വാസമായ ഒരു ദിനമായി വന്നു ചേരുന്നു. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുന്നു. കുടുംബസുഖം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. അങ്ങനെയൊക്കെ നോക്കും. പക്ഷേ വൃശ്ചികക്കൂറുകാർക്ക് ഈ പറഞ്ഞ എല്ലാവിധമായ നേട്ടങ്ങളും ഇല്ല. എന്താണ് കാരണം? അവരുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് ആരാണ്? ശനിയാണ്. അപ്പോൾ ശനി കേന്ദ്രഭാവത്തിൽ നിന്നുകൊണ്ട് ഇവരെ മുറുകെ അങ്ങ് ഞെരുക്കി പിടിച്ചിരിക്കുകയാണ്. ഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് കൊടുക്കത്തില്ല. തൊഴിൽ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുക. അതെന്തുകൊണ്ടാണ്? ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. രണ്ടും തൊഴിലിൻ്റെ കാരഗ്രഹങ്ങളാണ്. ഈ ബുധനെയാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്, ശത്രുവിനെയാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഗവൺമെൻറ് മുഖേനയുള്ള അല്ലെങ്കിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാം, തൊഴിൽ നഷ്ടപ്പെട്ടു പോകാം, പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം, ഭാഗ്യക്കേടുകളുണ്ടാകാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ശരിയായ തീരുമാനം ഉണ്ടാകണമെന്നില്ല. വിവാഹം 7-ൽ വ്യാഴം നിന്നാൽ വിദേശത്ത് ജോലിക്ക് പോകാം, വിവാഹം നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല. രാഹു
കാര്യഭാവത്തിൽ രാഹു നിൽക്കുകയാണ്. 5-ാം ഭാവത്തിൽ രാഹു ബലവാനായിട്ട് നിൽക്കുന്നു, 4-ൽ ശനി നിൽക്കുന്നു. രണ്ടുപേരും പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് വൃശ്ചികക്കുറുകാരെ, അനങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് വൃശ്ചികക്കുറുകാർക്കുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇപ്പറഞ്ഞ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനും ധനം വാങ്ങിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു തന്നെത്താനൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ വരുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള ഒരു നല്ല അനുഭവം പ്രതീക്ഷിക്കാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അത്ര തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ധനുക്കൂറുകാർക്ക് 2-ലാണ് ശുക്രൻ നിൽക്കുന്നത്. 2-ൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാർക്ക് പല വിധത്തിൽ ധനം, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ കൂടി അവർ ധനം കൈവരിക്കും. ആരോഗ്യപരമായ പ്രവർത്തനങ്ങളിൽ കൂടി ധനം സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട്. കലാകാരന്മാരൊക്കെ ശോഭിച്ച് കലാപരമായ മേഖലകളിൽ കൂടി ധനം സമ്പാദിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നൊരു ദിവസമാണ്. ആ ചൊവ്വയെ ബലപ്പെടുത്തി ശുക്രൻ, 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ബലപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് പല വിധത്തിലുള്ള സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. ചിലർക്കൊക്കെ നേട്ടം, കാര്യവിജയമൊക്കെ ഉണ്ടാകും. ചിലർക്കൊക്കെ മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളുണ്ടാകും. ചിലർക്ക് ഭയങ്കര നഷ്ടം വരും. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം വരുന്നത്. ആപത്തനർത്ഥങ്ങളൊക്കെ വരാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വരുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളാണ്. ചിലർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും മറ്റു പ്രത്യേകതയാണ്. ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ധനുക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. ആരോഗ്യമുള്ളൊരു ദിവസം, അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസം, കീർത്തിയും അംഗീകാരവും ധനവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഈ മകരക്കൂറുകാർ മനസ്സിലാക്കുക. അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനാണല്ലോ. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ അധിപനുമായ ശുക്രൻ ജന്മഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് കാര്യവിജയം പ്രതീക്ഷിക്കാം. അവരുടെ പ്രവർത്തന മേഖലയിൽ അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ നേട്ടങ്ങൾ അനുകൂലമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അനുകൂലമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ശ്രദ്ധ വേണം. കലഹിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അത് പ്രത്യേകം സൂക്ഷിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ഈ ശുക്രൻ നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശുക്രൻ ദോഷമൊന്നും ചെയ്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. എങ്കിലും ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായുള്ള നേട്ടം, സുഖം, അതുപോലെ തന്നെ കുടുംബസുഖവും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽ ഗുണവും മറ്റു കാര്യങ്ങളും, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള നേട്ടവും ഒക്കെ ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ ഈ 10-ാം ഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ ഇവർക്ക് നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നീചനായിട്ട് നിന്ന സമയത്ത് പലർക്കും തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വ്യാഴവും ചൊവ്വയും ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് ഗ്രഹനിലയുള്ളവർക്ക് ഈ നീചനായി നിൽക്കുന്ന ചൊവ്വ മൂലം അവരുടെ 10-ാം ഭാവത്തിൻ്റെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിന്നതുകൊണ്ട് അവരുടെ തൊഴിൽ മേഖലയിൽ വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാഴം അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവർ മുമ്പോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നാളെ വെള്ളിയാഴ്ച ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും തൊഴിൽ ഗുണവും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രതിസന്ധിയിലാകപ്പെടുന്നവരൊക്കെ പ്രാർത്ഥിക്കുകയും ദോഷവശങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ പഴുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പലരും പ്രശസ്തിയും അംഗീകാരമൊക്കെ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പുത്രദുഃഖം ചിലരിൽ ഉണ്ടായേക്കും. ചിലർക്ക് പുത്രന്മാർ മുഖേനുള്ള നേട്ടങ്ങൾ കുടുംബത്തിൽ വന്നു ചേരുകയും ചെയ്തൊരു ദിവസമാണ്. കാരണം അതങ്ങനെ പറഞ്ഞത് 5-ൽ ചൊവ്വ നിന്നാൽ പുത്രദുഃഖം ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്നാൽ ചൊവ്വ രാജയോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നും വന്നു ചേരാത്തവരും ഉണ്ടാകും. ജനിച്ച സമയത്ത് ചൊവ്വ ദോഷം ചെയ്യാത്ത ഗ്രഹനിലയുള്ളവർക്ക് തീർച്ചയായിട്ടും പുത്രന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ജനിച്ച സമയത്ത് ചൊവ്വ ദോഷം ചെയ്യുന്ന ഗ്രഹനിലയാണെങ്കിൽ പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാകും. കാരണം ചൊവ്വ അവിടെ 5-ൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ്
മീനക്കുറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും മറ്റുള്ള എല്ലാവിധമായ കാര്യങ്ങളും കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് രാജ്യമൊക്കെ തുല്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മീനക്കുറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും 2024 ഡിസംബർ 31 നടക്കുന്ന സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.